യെസ്, രാജിക്കത്തിന്റെ സിദ്ദിഖ് അമ്മ പ്രസിഡന്റിന് നൽകിയ രാജിക്കത്തിന്റെ ആ ഒരു കോപ്പിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ന്യൂസ് 18 കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നവമി, സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും. അപ്രതീക്ഷിതം എന്നത് പറയുന്നില്ല, അതിനപ്പുറം ചെയ്യേണ്ട ഒരു നിലപാട് ഈ ഘട്ടത്തിൽ ഏത് തരത്തിലായിരുന്നോ ഈ വിഷയത്തെ കൈക്കൊള്ളേണ്ടത് അത്തരത്തിൽ തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത് സിദ്ദിഖ് എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ വാക്കുകൾ കൂടി വരുന്നത്. ജയൻ ചേർത്തല പറയുന്നു, അമ്മ ഈ വിഷയത്തിൽ അന്വേഷിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നടി രേവതി സമ്പത്ത് ഇതേ ആരോപണം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് നടത്തിയ സമയത്ത് ഒരു വിധത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയോ പോലും ആ ആരോപണത്തിന് മേൽ നയിക്കാൻ അല്ലെങ്കിൽ ഉന്നയിക്കാൻ ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അമ്മയിലെ ഒരാളുകളും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ പറയുന്നു അന്വേഷിക്കും. ഇതുപോലെ ഉയരുന്ന എല്ലാ വിഷയങ്ങളിലും പരാതികളിലും അന്വേഷണം ഉണ്ടാകും, ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള ആശാവഹമായ കാര്യം അതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. തീർച്ചയായും ആര്യ, ഈ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ ഈ ഒരു 2016 ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഒരു കത്ത് പരാതി ലഭിച്ചിരുന്നു. അതിനുശേഷം അത് വിട്ടുപോയി, അത് പരിഗണിക്കാൻ വിട്ടുപോയി എന്ന് എത്ര ലാഘവത്തോടെയാണ് ഈ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് പറഞ്ഞതെന്ന് കാണുമ്പോൾ വളരെ ഞെട്ടലുളവാക്കുന്നു. ഒരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയുമായി ഒരു പെൺകുട്ടി രംഗത്തെത്തുമ്പോൾ അത് മെയിലിൽ കണ്ടിരുന്നു, പിന്നീട് അത് വിട്ടുപോയി എന്ന അദ്ദേഹത്തിന്റെ ലാഘവത്തോടെയുള്ള ഒരു പരാമർശം അത് തന്നെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. നമുക്കറിയാം, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് തുടക്കം. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് WCC രൂപീകരിക്കുകയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ എത്തി നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഈ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അന്ന് അമ്മ സംഘടന ഒരു മാധ്യമങ്ങളെ കണ്ടിരുന്നു, ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊക്കെ എത്ര രൂക്ഷമായിട്ട് അല്ലെങ്കിൽ അപഹസിക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങളോട് ഈ സിദ്ദിഖ് അടക്കമുള്ള താരങ്ങൾ പെരുമാറിയതെന്ന് ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കാണുമ്പോൾ നമുക്കറിയാം എത്ര ദിലീപിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു നിലപാട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ ഒരു നിലവിലെ മന്ത്രി അടക്കം പറയുന്ന ഒരു സാഹചര്യം, ഈ അതിജീവിതയായ പെൺകുട്ടിക്കും അല്ലെങ്കിൽ രണ്ടുപേരും, ഈ വേട്ടക്കാരനും അതിജീവിതയും ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ രണ്ടുപേരെയും സംരക്ഷിക്കുമെന്നുള്ളൊരു വിരോധാഭാസം എന്ന് പറയട്ടെ, അത്തരത്തിലൊരു പരാമർശം ഈ ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നും അതിനുശേഷവും സിദ്ദിഖൊക്കെ ദിലീപിനെ മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആരോപിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൽ നിന്നും വിപരീതമായി ഈ ഒരു അമ്മ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊക്കെ എത്ര ക്ഷമയോടെയാണ് സിദ്ദിഖ് മറുപടി നൽകുന്നത്. അതിൽ പലപ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതെന്തുകൊണ്ട് നിങ്ങൾ വിട്ടുപോയി, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ പറയുന്നത് ശരിയാണോ, താങ്കൾ എന്തിനാ ഒഴിഞ്ഞു മാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആണോ ക്ഷമിക്കണം, ഞാനത് പരിശോധിക്കാം, അങ്ങനെ തോന്നിയോ എങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ എത്ര പ്രാവശ്യം അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എത്ര അങ്ങനെ ഇരുന്നത്. ഒപ്പം കഴിഞ്ഞ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ മറ്റൊരു നടിയൊക്കെ ഈ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തകരെ കൂവുന്ന സാഹചര്യം. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി ജോമോളും അനന്യൊക്കെ ജോമോള് ഈ പത്രസമ്മേളനത്തിൽ മുഴുവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സിദ്ദിഖ് പറയുന്നതിനൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെയാണ് ജോമോള് പ്രതികരിക്കുന്നത്. അനന്യ ആയിക്കോട്ടെ ആകെ പകച്ചു നിൽക്കുന്ന, ഞാൻ ഒബ്സർവ് ചെയ്തത് ആ രീതിയിലാണ് ആ ഒരു പത്രസമ്മേളനത്തെ. ഇപ്പുറത്ത് ജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിനു മോഹൻ ആയിക്കോട്ടെ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും അതിൽ നിന്നൊക്കെ വിപരീതമായി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അത് സിദ്ദിഖ് കൃത്യമായി തന്നെ നിറവേറ്റി. അത് രാജ്യസമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അതിനെ നിഷേധിച്ചോ അല്ലെങ്കിൽ ആ പെൺകുട്ടി തെളിയിക്കട്ടെ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും നടത്താതെ അതിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഈ നിയമപരമായി തന്നെ നേരിടാമെന്ന അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം, അതിനെ നമ്മൾ സ്വാഗതം ചെയ്തേ മതിയാകൂ. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാളി നടി രംഗത്തെത്തുന്നു.
ആ നടിയുടെ ആരോപണം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ നടി ആ സമയത്ത് വിളിച്ചു പറഞ്ഞ രണ്ടുപേരും അവരും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ നടി പറഞ്ഞത് കൃത്യമായി ശരിയാണെന്ന്. എങ്കിൽ പോലും സർക്കാരോ രഞ്ജിത്തോ സിനിമാ സംഘടനകളോ ഒന്നും തന്നെ ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ പോലും ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെ അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ രഞ്ജിത്തിൽ നിന്ന് നോക്കുമ്പോൾ സിദ്ദിഖിന്റെ ഈ ഒരു രാജി അത് ധാർമ്മികമായി തന്നെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം ഈ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ അതിന് മുന്നോടിയായി താൻ വഹിക്കുന്ന ഒരു പദവി, ഒരു സംഘടനയുടെ പദവിയിൽ നിൽക്കുമ്പോൾ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈംഗിക ആരോപണം വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അതിവിടെ സിദ്ദിഖ് കാണിച്ചു. സിദ്ദിഖ് ഇപ്പോൾ ഊട്ടിയിൽ ഒരു സിനിമ ലൊക്കേഷനിലാണ്, സിനിമാ സെറ്റ് ഷൂട്ടിങ്ങിനിടയിലാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ താൻ നേരിട്ട് വന്ന് തന്നെ പ്രതികരിക്കുമായിരുന്നു എന്ന് കൂടി സിദ്ദിഖ് പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രസിഡന്റ് മോഹൻലാൽ അയച്ച കത്ത് പുറത്തു വരുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്കെതിരെ വന്ന ആരോപണം ശ്രദ്ധിച്ചു വരുന്നുവല്ലോ, അതിനാൽ താൻ രാജിവെക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും അമ്മ സംഘടനയിൽ തന്നെ വലിയ രീതിയിൽ ഒരു ചേരിതിരിവ് അല്ലെങ്കിൽ ഒരു വിമർശനം സിദ്ദിഖിനെതിരെ ആരോപണം വന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായി. അനൂപ് ചന്ദ്രൻ അടക്കമുള്ളവർ അമ്മയ്ക്ക് കത്തയക്കുന്നു. സിദ്ദിഖിനെതിരെ ആരോപണം വന്ന സ്ഥിതിക്ക് അത് മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞ് കത്തയക്കുന്നു. അതിന് പിന്നാലെ സിദ്ദിഖിന്റെ രാജി അല്പസമയത്തിന് മുൻപിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഉറ്റുനോക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിന്റെ ഒരു ആരോപണത്തിന് പിന്നാലെ അദ്ദേഹം രാജിവെക്കുമെന്നൊക്കെ നമുക്ക് കേൾക്കുന്നു. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതും മനസ്സിലാകും. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയും ആരോപണ വിധേയരായവരുണ്ട്. അവരുടെയും പേരുകൾ ഉടൻ തന്നെ വെളിപ്പെടുമെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഒപ്പം പരാതിയുമായി നിലപാടുള്ള അല്ലെങ്കിൽ തങ്ങൾ നേരിട്ട ഈ ഒരു അതിക്രമം അത് തുറന്നു പറഞ്ഞുകൊണ്ട് കൂടുതൽ വനിതകൾ, കൂടുതൽ സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വരട്ടെ. അവർക്ക് എല്ലാ പിന്തുണയും പൊതുസമൂഹവും ഒക്കെ നൽകുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ അവരും പുറത്തു വന്നാൽ ഇനിയും ഇതുപോലെ പല രാജികളും പല നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ തെളിവുകളുമായി ഓരോ വനിതകളും പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇനി അടിച്ചമർത്തപ്പെടുവാൻ അല്ലെങ്കിൽ ഇനിയും ഭീഷണിപ്പെടുത്തി ഒതുക്കിയിരുത്താൻ നോക്കണ്ട എന്ന രേവതി സമ്പത്തിനെ പോലുള്ളവർ ഇനിയും പുറത്തു വരട്ടെ. തങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ തങ്ങൾ ഒതുക്കി തീർത്ത അല്ലെങ്കിൽ തങ്ങൾ അവസാനിപ്പിച്ച കരിയർ അത് ഇവരൊന്നും വിചാരിച്ചാൽ തങ്ങളെ ഒരിക്കലും തളർത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രേവതി സമ്പത്തിനെ പോലുള്ളവർ ഇനിയും രംഗത്തെത്തട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന്റെ രാജിയോടുകൂടി അമ്മ സംഘടനയിൽ ഒരു ചേരിതിരിവുണ്ടായി. ഉർവശി, ശ്വേതാമേനോൻ അടക്കമുള്ളവർ ഈ പവർ ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ തങ്ങൾ നേരിട്ട അനുഭവങ്ങളൊക്കെ പറയുന്ന സാഹചര്യമുണ്ടായി. അൻസിബയൊക്കെ യുവനടിയാണ്. അൻസിബയൊക്കെ ധൈര്യത്തോടുകൂടി വന്ന് പറയാനുള്ളൊരു വേദി ഒരുങ്ങി. എന്തായാലും കൂടുതൽ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം